back to 16th day of Max CBSE crash class conducted by Archana Study Center. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ടെക്സ്റ്റിലെ 8th ചാപ്റ്റർ ആയ സർക്കിൾസ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളും അതിനെ തുടർന്ന് വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടേക്ക് എ നോട്ട്ബുക്ക്, വി ക്യാൻ ലേൺ ടുഗദർ, വി ക്യാൻ ഗ്രോ ടുഗദർ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് 8th ചാപ്റ്റർ സർക്കിൾസിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. ഇതിൽ മെയിൻ ആയി ഡിസ്കസ് ചെയ്യുന്നത് സർക്കിൾസിലെ ടാൻജന്റ് എന്നൊരു ടോപ്പിക്കാണ്. എന്താണ് ടാൻജന്റ്, അതിന് എന്താണ് സീക്കന്റ്? അപ്പൊ ആദ്യം ഞാൻ സീക്കന്റ് എന്താന്ന് പറയാം. ഒരു ലൈൻ ഒരു സർക്കിളിൽ 2 പോയിന്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ, നോക്കിക്കേ, ഇവിടെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. സർക്കിൾസിന്റെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ പറയുന്നതാണ് സീക്കന്റ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഏത് ലൈൻ വരച്ചാലും, ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചാലും ഇത് സീക്കന്റ് ആണ്. ദിസ് ഇസ് MN അല്ലെ, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സീക്കന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്ന ടാൻജന്റിനെയും ടാൻജന്റ് എന്താണെന്നും ടാൻജന്റിന്റെ പ്രോപ്പർട്ടീസും അതും സർക്കിൾസുമായിട്ട് അതിൽ ബാക്കി പാരാമീറ്റേഴ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ടാൻജന്റ് എന്ന് നമുക്ക് നോക്കാം. ടാൻജന്റ് എന്നത് ഒരു സ്പെഷ്യൽ കേസ് ആണ്. ടാൻജന്റ് ഒരു ലൈൻ തന്നെയാണ്, അത് സർക്കിൾസിൽ ഒരേ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനിനെയാണ് എന്ത് പറയുന്നത്, ടാൻജന്റ് ലൈൻ അല്ലെ. നോക്കിക്കേ, ഇത് ഒരു ടാൻജന്റ് ലൈൻ ആണ്. ഇതിൽ ഒറ്റൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഒറ്റ പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻജന്റ്. അപ്പൊ സീക്കന്റ് എന്തായിരിക്കും, 2 പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻസൈഡ് സർക്കിളിൽ വരുന്നതെല്ലാം എന്തായിരിക്കും, സീക്കന്റ് ആയിരിക്കും, ഒരിക്കലും ടാൻജന്റ് വരില്ല. എക്സ്റ്റേണലി വരുന്ന ഒരു ലൈനാണ്, ഒറ്റേ ഒരു പോയിന്റിൽ ടാൻജന്റിൽ സർക്കിൾസിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ടാൻജന്റ് എന്ന് പറയും. ക്ലിയർ ആണെന്ന് കരുതുന്നു രണ്ട് കൺസെപ്റ്റും. ഇനി ഈ ടാൻജന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ഒറിജിനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ, റേഡിയസ് ആണല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും ഒറിജിൻ ഓയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സർക്കിൾസിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഈ റേഡിയസ് ഈ ടാൻജന്റ് ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി ടാൻജന്റിന്, ഈ ടാൻജന്റ് വരയ്ക്കുന്ന ലൈൻ ടച്ച് ചെയ്യുന്ന സർക്കിളിലെ പോയിന്റ്, ലെറ്റ് ഇറ്റ് ബി P അല്ലെ. ഈ പോയിന്റും ടാൻജന്റ് സർക്കിളിന്റെ ഒറിജിനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഡിയസ് അല്ലെ. ഈ റേഡിയസ് ടാൻജന്റ് ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ടാൻജന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി വേറൊരു പ്രോപ്പർട്ടി ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഇഫ് 2 ടാൻജൻസ് ആർ ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഒരു എക്സ്റ്റേണൽ പോയിന്റ്, സർക്കിൾസിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് നിന്ന് 2 ടാൻജന്റ് ലൈൻ PBയും PAയും ഞാൻ വരയ്ക്കുകയാണ് ഒരു സർക്കിൾസിൽ, സെയിം സർക്കിൾസിലേക്ക് തന്നെ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, PA ഈക്വൽ ടു PB എന്ന് എഴുതാം. ഈ ലെങ്ത്തും ഈ പോയിന്റ് ടച്ച് ചെയ്യുന്ന പോയിന്റും ഈ 2 A തൊട്ട് P വരെയുള്ള ലെങ്ത്തും ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് B തൊട്ട് P വരെയുള്ള ലെങ്ത്തും PA ഈക്വൽ ടു PB എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ 2 പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയ റേഡിയസ് ഈ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി tangent line. Radius is always perpendicular to the tangent line. വേറൊരു പ്രോപ്പർട്ടി, ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ 2 ലൈൻസ് സെയിം സർക്കിളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ടാൻജന്റ് ലൈനിന്റെ ലെങ്ത് PB ഈക്വൽ ടു PA ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇനി പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇഫ് PQ is equal to 28 centimeter, then find the perimeter of PL. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എത്ര ടാൻജന്റ് ഉണ്ട്. ഇതിലെല്ലാം ടാൻജൻസ് ആണ് അല്ലെ. അപ്പൊ എത്ര ടാൻജന്റ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കാം. നോക്കിക്കോളൂ, ഈ PT എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ആണ്, കാരണം T എന്നൊരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നോക്കൂ, PQ എന്ന് പറയുന്ന വേറൊരു ടാൻജന്റ് ആണ്, ഇവിടെ Q എന്നുള്ള ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഈ LM എന്ന് പറയുന്നത് നിങ്ങളുടെ വേറൊരു ടാൻജന്റ് ആണ്, എവിടെ ടച്ച് ചെയ്തിട്ടുള്ളൂ, N എന്ന് പറഞ്ഞ പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം അല്ലെ. PQ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ തോന്നും. ആകെ ഒരു PQ മാത്രം തന്നിട്ട് PLMന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നമുക്ക് തോന്നും. നമുക്ക് അറിയണം അല്ലെ. അപ്പൊ ഈ 3 ടാൻജന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ എഴുതാം. PQ ഈക്വൽ ടു PT എന്ന് എഴുതാം അല്ലെ.
അതായത് ഈ ടാൻജന്റ് എക്സ്റ്റേണൽ പോയിന്റ് എന്ന് വരുന്ന ഒരു രണ്ട് ടാൻജൻസ് ആണ്, ഒരേ സർക്കിൾസിലേക്ക് വരുന്ന ടാൻജന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി ക്യു ഈക്വൽ ടു പി ടി എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്ന വേറൊരു കാര്യമാണ്, ഇത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും വരുന്ന ഈ എൽ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആയി കൺസിഡർ ചെയ്യാം. എല്ലിൽ നിന്ന് വരുന്ന രണ്ട് ടാൻജൻസ് ആണല്ലോ എൽ ക്യൂവും എൽ എന്നും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൽ ക്യു ഈക്വൽ ടു എൽ എൻ എന്നും എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ എം എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണല്ലോ അല്ലെ. ഈ എമ്മിൽ നിന്ന് ഇതേ സർക്കിൾസിലേക്ക് വരുന്ന രണ്ട് ടാൻജൻസ് ആണ് എം ടിയും എം എൻ. എം ടി ഈക്വൽ ടു എം എൻ. അപ്പൊ ഈ ക്വസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഇതില് 3 ടാൻജൻസ് ഉണ്ടെന്നും 3 എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ടെന്നും അറിഞ്ഞിരിക്കണം. അതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് ടാൻജൻസിലേക്ക് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് പോയിന്റ് ഏതാ? എക്സ്റ്റേണൽ പോയിന്റ് പി. Therefore PT equal to PQ എന്ന് എഴുതാം. നെക്സ്റ്റ് എക്സ്റ്റേണൽ പോയിന്റ് എൽ. ദെൻ നമുക്ക് എന്ത് എഴുതാം? LQ equal to LN എന്ന് എഴുതാം. വേറൊരു എക്സ്റ്റേണൽ പോയിന്റ് എന്താണ്? എം. സോ നമുക്ക് എന്ത് എഴുതാം? MT equal to MN എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് PQ തന്നിട്ടുണ്ട് അല്ലെ. തന്ന കാര്യം എന്ന് എഴുതാം ടീച്ചർ. PQ is equal to എന്താണ്? 28 സെന്റിമീറ്റർ തന്നിരിക്കുന്ന, അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. PQ equal to 28 സെന്റിമീറ്റർ. നമുക്ക് LQ അറിയില്ല അല്ലെ. സോ ഞാൻ LQ എന്ന് പറയുന്നതിന് ഞാനൊരു X സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം, കൺസിഡർ ചെയ്യാണ്. LQ is equal to X സെന്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ LN എന്തായിരിക്കും? LN ഈക്വൽ ടു X സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. LQ ഈക്വൽ ടു LN ആണ് അല്ലെ. അതുപോലെ നമുക്ക് PT എന്തായിരിക്കും? PQ ഈക്വൽ ടു PT ആണല്ലോ. PT is equal to PQ ആണ് അല്ലെ. നമ്മൾ ഒരു എക്സ്റ്റേണൽ പോയിന്റ് പിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസ് ആണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ട് PQ ഈക്വൽ ടു PT ഈക്വൽ ടു 28 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ഈ PT എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? PM പ്ലസ് TM എന്ന് എഴുതാം അല്ലെ. ഇല്ല, TM എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. ലെറ്റ് TM is equal to Y സെന്റിമീറ്റർ. അങ്ങനെയാണ് നമുക്ക് TM Y സെന്റിമീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ MT Y സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? MN is also Y സെന്റിമീറ്റർ അല്ലെ. MN is also Y സെന്റിമീറ്റർ. MT എന്ന് എഴുതാം കേട്ടോ. MT is equal to MT. രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ. TM MT Y സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇനി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? PQ എന്ന് പറയുന്നത്, PL എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പെരിമീറ്റർ ആണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പെരിമീറ്റർ, നമുക്കൊന്ന് പെരിമീറ്ററിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PLM എന്താണെന്നൊന്ന് നോക്കി നോക്കാം. ഈക്വൽ ടു എന്താ വരിക? PL പ്ലസ് LM പ്ലസ് MP വരും അല്ലേ. ഇതല്ലേ വരേണ്ടത്? നമുക്ക് PL പ്ലസ് LM പ്ലസ് MP വരും. അപ്പൊ ഞാൻ PL നമുക്ക് എങ്ങനെ എഴുതാം? PQ മൈനസ് LQ എന്ന് എഴുതാലോ. PQ മൈനസ് LQ എഴുതാം അല്ലെ. LM നമുക്ക് എങ്ങനെ എഴുതാം? കട്ട് ചെയ്ത് എഴുതാം. LN പ്ലസ് NM എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. LN പ്ലസ് NM എന്ന് എഴുതാം അല്ലെ. ഇനി MP എങ്ങനെ എഴുതാം? MP ഇതുപോലെ തന്നെ PT മൈനസ് പ്ലസ് PT മൈനസ് MT എന്ന് എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഫിഗർ നല്ലോണം അറിഞ്ഞിരിക്കണം കേട്ടോ. PL എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? PQ മൈനസ് LM എന്ന് എഴുതാം അല്ലെ. ഇനി നമുക്കറിയണം LM എന്നുള്ളതിന് എങ്ങനെ എഴുതാം? LN പ്ലസ് NM എന്ന് എഴുതാം. അതുപോലെ ഇനി നെക്സ്റ്റ് എന്താ എഴുതണ്ട? MP എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? PT മൈനസ് MT എന്ന് എഴുതാം. ഓക്കെ, ഇതിലെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. PQ തന്നിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് PQ 28 സെന്റിമീറ്റർ അറിയാം. LQ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? X എടുത്തിട്ടുണ്ട്. പ്ലസ് LN എന്ന് പറയുന്നത് എന്താണ്? X സെന്റിമീറ്റർ ആണ്. NM എന്താണ് നോക്കിക്കോളൂ. NM അല്ലെങ്കിൽ MN എന്ന് പറയുന്നത് Y സെന്റിമീറ്റർ ആണ്. പ്ലസ് PT എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 28 സെന്റിമീറ്റർ ആണ്. മൈനസ് MT എന്താണ് നോക്കൂ. MT എന്ന് പറയുന്നത് Y സെന്റിമീറ്റർ ആണ്. ഇനി ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആവും. ഈ പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആവും. ഞാൻ ഇവളുടെ പെരിമീറ്റർ എന്താണ്? നിങ്ങളുടെ 56 ആണ് നിങ്ങളുടെ പെരിമീറ്റർ വരുന്നത്. 56 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് 28 പ്ലസ് 28 എന്ന് പറയുന്നത് 56 ആണ് നിങ്ങളുടെ പെരിമീറ്റർ ആയി വരുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എത്ര ടാൻജൻസ് ഉണ്ടെന്ന് അറിയണം, എത്ര എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ടെന്ന് അറിയണം, ഏതൊക്കെ റിലേഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എഴുതാൻ അറിയണം,
തന്നിരിക്കുന്ന ഇൻഫോർമേഷനായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്സ് ആണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് എത്ര ടാൻജൻസ് ഉണ്ടെന്നും എത്ര എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ടെന്നും അതിൽ നിന്നും ഈ ടാൻജൻസിനും എക്സ്റ്റേണൽ പോയിന്റ്സിനും എങ്ങനെ റിലേറ്റ് ചെയ്യാം. ഇതുപോലെ ടീച്ചർ എഴുതിയ പോലെ PQ ഈക്വൽ ടു PT ഇതുപോലെ ഈക്വൽ ആയിട്ട് എഴുതാം അല്ലെ. ലെങ്ത് ഈക്വൽ ആണ് ടാൻജൻസിന്റെ. ഒരു സർക്കിൾസിലേക്കുള്ള രണ്ട് ടാൻജൻസിന്റെ ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ആ റിലേഷൻ വെച്ചിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് എഴുതാം, അത് എങ്ങനെ ഈ പ്രോബ്ലമായി കണക്ട് ചെയ്യാം, തന്നിരിക്കുന്ന പ്രോബ്ലമായി കണക്ട് ചെയ്യാം, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളോട് ഒന്ന് ഒപ്പം ട്രൈ ചെയ്ത് നോക്കൂ. ഇൻ ദി ഫിഗർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ BC എന്ന ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ടീച്ചർ ആദ്യം പറഞ്ഞു എത്ര ടാൻജൻസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. നമുക്കറിയാം ഈ AB എന്ന് പറയുന്ന ഒരു ടാൻജന്റ് ആണ്, അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് P ആണ്. ഓക്കെ, സെക്കൻഡ് ടാൻജന്റ് എന്ന് പറയുന്നത് BC ആണ്, അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് Q ആണ്. അതുപോലെ AC എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്, അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് R ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലെ. ഇനി എത്ര എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ട്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. 3 എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ റിലേഷൻഷിപ്പുകൾ എഴുതാം. ഈ എക്സ്റ്റേണൽ പോയിന്റ് A എന്നുള്ള എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് P-ലേക്കും R-ലേക്കുമാണ് സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? EP is equal to എങ്ങനെ എഴുതാം? AR എന്ന് എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. AP is equal to AR. AP തന്നിട്ടുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് എഴുതാവുന്നത് ഇനി B എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് രണ്ട് പോയിന്റിലേക്ക്, സർക്കിൾസിലെ രണ്ട് പോയിന്റ്സ് ആയ PQ എന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് ആണ് BP യും BQ. സോ അത് നമുക്ക് റിലേറ്റ് ചെയ്യാം. BP എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? BQ എന്ന് എഴുതാം അല്ലെ. വേറൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് സിയിൽ നിന്ന് ടാൻജൻസിലേക്ക് വരയ്ക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് CR ഉം CQ. സോ നമുക്ക് എന്ത് എഴുതാം? CR is equal to എങ്ങനെ എഴുതാം? CQ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് എഴുതാം. AP തന്നിരിക്കുന്ന കാര്യങ്ങൾ, AP എന്താണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലെ. AP തന്നെ. നെക്സ്റ്റ് എന്താണ്? AR എന്ന് പറയുന്നത് AP തന്നെയാണ് നമുക്കറിയാം അല്ലെ. AP എന്തായിരിക്കും? അപ്പോൾ 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? BP is equal to നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാം BQ എന്ന് പറയുന്നതും BP എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 സെന്റിമീറ്റർ എന്ന് എഴുതാം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് CA ആണ് 11 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. CA is equal to 11 സെന്റിമീറ്റർ. നമുക്ക് CA അല്ലെങ്കിൽ AC എന്ന് പറയുന്ന സംഭവം CR plus this is equal to CR plus RA എന്ന് എഴുതാലോ. ഇത് രണ്ട് പോയിന്റ്സ് CR plus RA എന്ന് എഴുതാം അല്ലെ. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് എന്തറിയാം? AR അല്ലെങ്കിൽ RA അല്ലെങ്കിൽ AR എന്ന് പറയുന്നത് എന്താണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു CR plus 4 സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ എന്താണ് നമ്മുടെ 11 സെന്റിമീറ്റർ is equal to CR നമുക്ക് അറിയത്തില്ല അല്ലെ. ഈ ലെങ്ത് നമുക്ക് അറിയില്ല, പക്ഷെ AR എന്ന് പറയുന്നതും AP എന്ന് പറയുന്നത് സെയിം ആണെന്ന് അറിയാം. അപ്പൊ ഈ ലെങ്ത് എന്താണ്? 4 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് CR എന്ന് പറയുന്നത് എന്ത് എഴുതാം? 11 - 4 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും? 11 - 4 എന്ന് പറയുന്നത് 7 ആയിട്ട് വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. CR is equal to 11 ആണ്. സോ നമുക്ക് CQ എഴുതാലോ. CQ എന്ന് പറയുന്നത് CR എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ 7 സെന്റിമീറ്റർ എന്ന് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് BC ആണ്. സോ BC നെ നമുക്ക് എങ്ങനെ എഴുതാം? BC is equal to BQ plus QC എന്ന് എഴുതാം അല്ലെ. BQ plus QC എന്ന് എഴുതാം. BQ യും QC യും എന്താണ്? BQ എന്ന് പറയുന്നത് എന്താണ്? 3 സെന്റിമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് നമ്മുടെ CQ എന്ന് പറയുന്നതും CR എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ CR 7 സെന്റിമീറ്റർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് എന്ത് എഴുതാം? CR is equal to CQ ആണ് അല്ലെ. CQ അപ്പൊ എന്തായിരിക്കും? 7 സെന്റിമീറ്റർ ആണ്. സോ ടോട്ടൽ ലെങ്ത് എന്ത് വരും? 10 സെന്റിമീറ്റർ ആയിട്ട് വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇതൊന്ന് റിലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇതെന്ത് വരും? 7 സെന്റിമീറ്റർ വരും. ഇതെന്ത് വരും? 4 സെന്റിമീറ്റർ വരും. അങ്ങനെയാണ് 11 സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് 4ഉം ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് 7ഉം ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നിന്നുള്ള ലെങ്ത് 7 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഈ ലെങ്ത് എന്ത് എഴുതാം? 3 സെന്റിമീറ്റർ എന്നും എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ടോട്ടൽ ലെങ്ത് എന്ത് വരും? 10 സെന്റിമീറ്റർ വരും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ ദ ഫിഗർ quadrilateral ABCD circumscribing a circle with center O. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ദേ നോക്കിക്കേ, ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ, 4 ലെങ്ത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ടെന്നാണ് പറയുന്നത്.
circumscribing a circle. AD is perpendicular AB. ഇതിൽ AD എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ അവർ കാണിച്ചിട്ടുണ്ട് അല്ലെ, ABക്ക് പെർപെൻഡിക്കുലർ. ഇഫ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ഈസ് 10 സെന്റിമീറ്റർ, ഈ ഉള്ളിൽ കിടക്കുന്ന സർക്കിളിന്റെ റേഡിയസ് OS എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. then find the value of x. ഇതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞു അല്ലെ, നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ടാൻജന്റ് ഉണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലെ. ഇത് ഓരോ ഇതും എന്താണ്, ഓരോ ടാൻജൻസ് ആണ് അല്ലെ. നോക്കിക്കേ എത്ര എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, 4 എക്സ്റ്റേണൽ പോയിന്റും അതുപോലെ തന്നെ 4 ടാൻജൻസും ഉണ്ട് അല്ലെ. നമുക്ക് ഇതിലൊക്കെ എന്ത് എഴുതാൻ പറ്റും, നമുക്കിപ്പോ എക്സ് അല്ലേ കണ്ടുപിടിക്കണേ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാല്യൂസും എഴുതാം അല്ലെ. നോക്കി എക്സിനെ പറയുന്ന ഇവിടെ എക്സ്റ്റേണൽ പോയിന്റ് B വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് BQ is equal to BP എന്ന് എഴുതാം അല്ലെ, കറക്റ്റ് അല്ലേ. അതുപോലെ ഇവിടെ ഒരു വേറെ എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട് A എന്ന് പറയുന്നിടത്ത് AP എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, നമുക്ക് AS എന്ന് എഴുതാം അല്ലെ. അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്, CR is equal to എന്താണ് 27 എന്ന് തന്നിട്ടുണ്ട്, CB തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് CR എന്ന് പറയുന്നത് സിയിൽ നിന്നുള്ള ഒരു ടാൻജന്റ് ആണ് CR. സോ CQ ഈക്വൽ ആയിരിക്കുമല്ലോ, അതായത് ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിൾസിലെ 2 പോയിന്റ് ആയ QR ടാൻജൻസ് ആണ് CR ഉം CQ. അപ്പൊ നമുക്കത് എഴുതാലോ, CR ഈക്വൽ ടു CQ എന്ന് എഴുതാം. CR എന്ന് പറയുന്നത് എന്താണ് 27 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, CQ എന്ന് പറയുന്നത് എന്താണ് 27 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, CR CQ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ CB എന്തായിരിക്കും, CB തന്നിട്ടുണ്ട് അല്ലെ, CB is equal to 38 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. CBയിൽ നിന്ന് QB എങ്ങനെ കണ്ടുപിടിക്കും, QB എന്ന് പറയുന്നത് നോക്കിക്കേ CB മൈനസ് എന്താ വരുന്നത് CQ ആണ് അല്ലെ. നോക്കിക്കേ ക്വസ്റ്റ്യനിൽ CB ഈ ലെങ്ത് ഫുൾ ലെങ്ത് മൈനസ് സിയിൽ നിന്ന് Q വരെയുള്ള ലെങ്ത് ആണ്, CQ ആണ്. നമുക്ക് CQ അറിയാൻ 27 ആണെന്ന്, CB എന്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 38 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 38 മൈനസ് 27 ഈക്വൽ ടു എന്താ വരുന്നത് 11 സെന്റിമീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അതായത് 38 മൈനസ് 27 വരും, 11 സെന്റിമീറ്റർ വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. CQB കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ AS കണ്ടുപിടിക്കണം അല്ലെ. നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത്, AS കണ്ടുപിടിക്കണം, AP കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, QB അറിയാം അല്ലെ. ഇവിടെ നമുക്ക് എന്താ എഴുതാം, QB അറിയാം. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്, QB എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, QPക്ക് ഈക്വൽ ആണ് അല്ലെ, BPക്ക് ഈക്വൽ ആണ്. ഇവിടെ നോക്കിക്കേ B എന്ന എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരുന്ന 2 പോയിന്റ് ആണ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. BQ is equal to BP എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, BQ is equal to BP എന്ന് എഴുതിയിട്ടുണ്ട്. BQ നമുക്ക് എന്ത് കിട്ടണം അല്ലെ, QB എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട് 11 സെന്റിമീറ്റർ കിട്ടിയതാണ്. അതുകൊണ്ട് BP എന്ന് പറയുന്നത് എന്താണ് 11 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കിട്ടാനുള്ളത് AP എന്നുള്ള സംഭവമാണ് അല്ലെ. AP എന്ന് പറഞ്ഞുള്ള സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ഇത് 90 തന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു ലോ അറിയാം, ടാൻജന്റിൽ നിന്ന് റേഡിയസിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റും റേഡിയസും എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഇതും ഒരു ടാൻജന്റിൽ നിന്ന് റേഡിയസിലേക്ക് വരയ്ക്കുന്നത്, അപ്പൊ ഇതും എന്താണ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഈ 3 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, ഈ POS എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണ്. നോക്കിക്കേ ഇത് 10 സെന്റിമീറ്റർ റേഡിയസ് ആണ്, OS എന്ന് പറയുന്ന റേഡിയസ് ആണ്, OPയും 10 സെന്റിമീറ്റർ അല്ലേ അല്ലെ. ഈ 4 സൈഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് എന്താണ് സ്ക്വയർ ആണ് അല്ലെ. 4 സൈഡും പെർപെൻഡിക്കുലർ ആണ്, 2 സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും ഇത് എന്തായിരിക്കും, ഈ സ്ക്വയർ ആയിരിക്കും ഇത് അല്ലെ. അപ്പൊ സ്ക്വയറിന്റെ 4 സൈഡ്സ് എന്തായിരിക്കും 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ്. അപ്പൊ എങ്ങനെ എഴുതണം നോക്കി നോക്കാം. നമുക്കറിയാം എന്താണ് ആംഗിൾ SAP എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ആംഗിൾ APO ആണെന്ന് എഴുതാം, ഈക്വൽ ടു ആംഗിൾ ASO അല്ലെ. ഇത് നമുക്ക് ഫസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, ഇത് മൂന്നും എന്താണ് 90 ഡിഗ്രി ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ POS is equal to 90 ഡിഗ്രി അല്ലെ. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, OS is equal to 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. is a radius. So OP എന്ന് പറയുന്നത് എന്താണ്, OP എന്ന് പറയുന്നത് എന്തായിരിക്കും 10 സെന്റിമീറ്റർ ആണ്, ബിക്കോസ് ഇറ്റ്സ് എ റേഡിയസ് ആണ് അല്ലെ, റേഡിയസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് PASO is a square. അതുകൊണ്ട് നമുക്ക് എന്തറിയാം, PA is equal to എന്തായിരിക്കും 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, X ആണ് അല്ലെ. X എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കേ, BP പ്ലസ് PA ആണ് നമ്മുടെ X.
അപ്പൊ നമുക്ക് ബി പി ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 11 പ്ലസ് 10 ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക് 21 സെന്റിമീറ്റർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര എക്സ്റ്റേണൽ പോയിന്റ്സ് ഉണ്ടെന്നും അതിൽ നിന്നുള്ള സർക്കിൾസിലേക്ക് വരയ്ക്കുന്ന ലെങ്ത്തുകളും ഇക്വേറ്റ് ചെയ്ത് എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും റേഡിയസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെ ആൻസറിൽ എത്താം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അങ്ങനെ നമ്മൾ സ്റ്റെപ്സ് എഴുതി എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയി നമുക്ക് സർക്കിൾസിലെ കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള കൂടുതൽ പ്രീവിയസ്ലി ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. കൺസെപ്റ്റുകൾ ഒന്നുകൂടിയും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.